ആദ്യമേ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി ആദ്യമേ അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിക്കകത്ത് ഒരു അല്പം മുതലാളി അദ്ദേഹത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളെ കേട്ടപ്പോഴാണ് ഈ സമര കേന്ദ്രം ഇവിടെ ആവണമെന്ന് തന്നെ തീരുമാനിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രത്യുൽപാദന ശേഷിയില്ലാത്തൊരു ജന്തു എന്ന് സ്വന്തം പിതാവിന് പറഞ്ഞല്ലോ. ആ പിതാവിനെ അടക്കം ചെയ്തത് അപ്പുറം, ആ പിതാവ് രൂപം കൊടുത്ത കമ്പനി ഇപ്പറയുമാകുമ്പോ ഇതിന്റെ നടുക്ക് നിന്നുകൊണ്ട് ആ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത പിതാവെന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുത്രൻ അപ്പൊ ഏത് വിത്ത് കാളക്കുണ്ടായതാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. മനസ്സിലായോ? ആ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത പിതാവിൽ നിന്നാണ് ഇത് ഉണ്ടായതെങ്കിൽ ഏത് വിത്ത് കാളക്കാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും. നമ്മൾ നോക്കേണ്ടത് MLA കാണുമ്പോ ചൊറിച്ചിലാണ് ഇദ്ദേഹത്തിന്. എന്താ ചൊറിയുന്നത്? ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും നികൃഷ്ടമായ ജാതി ചിന്തയുടെ ഭാഗമായിട്ടാണ് MLA നിറത്തിന്റെ പേരിൽ ആദ്യമായിട്ടല്ല പല ആവർത്തി ആക്ഷേപിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ വകുപ്പ് മന്ത്രിമാരെയും ഈ കുന്നത്ത് നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ നാടിനകത്തൊക്കെ കടന്നു വന്നപ്പോ അവരെ മോശമായി ചിത്രീകരിക്കുമ്പോ സാബുവും ജേക്കബ് ഓർക്കേണ്ടത് കക്കൂസിനേക്കാൾ നാറ്റമാണ് നിനക്ക്, നിന്റെ ദുർഗന്ധത്തിന് ഏറ്റവും നല്ല ഗന്ധമാണെന്ന് പറഞ്ഞ് നിന്നെ എന്ത് പണിയും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ കുറെ ആളുകൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ നേരെ കുറച്ചു ചാടാൻ നോക്കിയാൽ ഞങ്ങൾക്ക് ഇതുപോലെ പ്രകടനം നടത്തി ഇവിടെ അവസാനിപ്പിക്കാൻ മാത്രമല്ല അറിയാവുന്നേ. മേക്കാങ്കുന്ന് തറവാടിനകത്ത് സമാധാനമായിട്ട് പെണ്ണുമ്പിള്ളയോടൊപ്പം കിടക്കാൻ സമയമില്ലാന്ന് നീ നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീ ഒറ്റയ്ക്ക് കിടന്നാലും ശരി, ആരുടെ കൂടെ കിടന്നാലും ശരി, ആ മേക്കാങ്കുന്ന് തറവാടിനകത്ത് നിന്നെ കിടക്കാൻ അനുവദിക്കില്ല. ഡിവൈഎഫ്ഐ തീരുമാനമെടുത്ത നിന്നെ കിടക്കാൻ അനുവദിക്കില്ല. നിനക്ക് MLA നിറം കാണും എന്താ പ്രശ്നം? ദളിതരെ കാണും എന്താ പ്രശ്നം? നീ ആ വേദിക്കകത്ത് ന്യൂനപക്ഷങ്ങളെ അപമാനിക്കാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിരന്തരമായി വാർത്ത കൊടുക്കുന്ന മറുനാടൻ മലയാളിയെ അടക്കം വിളിച്ചിരുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെയും ഈ നാട്ടിലെ ദളിതരെയും വെല്ലുവിളിച്ച് നിനക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? ഈ നാടിന്റെ പൊതുശത്രുവാണ് നീ. നിനക്കൊരു ചിന്ത ഉണ്ടായിരുന്നോ? ഈ നാടിനകത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പില് നിന്റെ കാർഡിന്റെ ഓശാരം പറ്റിയ കുറെ ആളുകളുടെ വോട്ട് മാത്രം മതി നിനക്ക് ജയിക്കാനെന്ന്. പക്ഷെ ഈ കുന്നത്ത് നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിച്ചതാണ് ഈ നാടിന്റെ ജനപ്രതിനിധി, ഈ നാടിന്റെ MLA അഡ്വക്കേറ്റ് PV ശ്രീനിധനാവണമെന്ന്. വ്യക്തമായ ഭൂരിപക്ഷത്തില് നീ പറഞ്ഞ അടിമക്കാർഡിന്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സഖാവ് PV ശ്രീനിധൻ ഈ നാടിനകത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. നിന്റെ അടിമക്കാർഡ് കൊണ്ട് നീ ഇടതുപക്ഷത്തിന് നേരെ കയറാൻ വന്ന ഏറെക്കാലം ഈ തെരുവീതികളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ നീ ഉണ്ടാവില്ല എന്നാ പറയാനുള്ളത്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ സാധാരണ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ആ മഹാൻ ആരാണെങ്കിലും അവന്റെ ബുദ്ധി ഒന്ന് മാറ്റിപ്പിടിക്കുന്നതാണ് നിന്റെ കവിളുകൾക്കും നിന്റെ ശരീരത്തിനും നല്ലത്. കാരണം ഞങ്ങൾക്കിത് കൈകാര്യം ചെയ്യേണ്ടി വരും. ഇത് സൂചനയാണ്. ഇനിയും നീ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ തെരുവിൽ നേരിടാൻ ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് ഡിവൈഎഫ്ഐ. നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ സൂചനയായി ഇവിടെ അവസാനിപ്പിക്കുക. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രിയങ്കരനായ MLA നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ അപമാനിച്ച നീ മാപ്പ് പറയണം. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സമരങ്ങളുടെ വലിയ വേലിയേറ്റങ്ങളെ നീ നേരിടേണ്ടി വരും. അതുകൊണ്ട് ആ സമരങ്ങളുടെ തുടക്കമായി നിന്റെ അപ്പൻ മരിച്ചു കിടക്കുന്ന കല്ലറ അപ്പുറം നിൽക്കുമ്പോ ഇവിടെ വന്നു നിന്ന് ഞങ്ങള് ഈ മുദ്രാവാക്യം മുഴക്കിയത് നീ ഇന്നലെ പറഞ്ഞ പ്രത്യുൽപാദന ശേഷിയില്ലാതെ നിനക്ക് ജന്മം നൽകിയെന്ന് നീ വിശ്വസിക്കുന്ന ആ മനുഷ്യന് അദ്ദേഹത്തോട് സാധാരണമുണ്ട്. കാരണം എന്താ അറിയോ? ഇതുപോലുള്ള സന്താനങ്ങളെ സൃഷ്ടിച്ചു വിട്ട കല്ലറക്കകത്തും സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ല. മനസ്സിലാക്കിക്കോ. അപ്പൊ അതുകൊണ്ട് നിന്റെ ഭാഷ ആ തരത്തിൽ ഇനി ഉപയോഗിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് കുറച്ച് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ടാണ് നീ ഉപയോഗിച്ച പുളിച്ച ഭാഷ ഞങ്ങൾ ആ തരത്തിൽ ഉപയോഗിക്കാത്തത്. നന്നായി അറിയാം. അതുകൊണ്ട് ഈ പ്രതിഷേധം കുന്നത്ത് നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഈ കുന്നത്ത് നാട്ടിലെ ജനങ്ങൾ അധിക്ഷേപിച്ചതിനെതിരെയാണ് ഈ പ്രതിഷേധം. അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അവർ സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട സഹാക്കളെ, അഭിവാദനങ്ങൾ.